ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു സേവന ദിനമായി ആചരിക്കുകയാണ്. NSSന്റെ ആഭിമുഖ്യത്തിൽ എല്ലാവരും നിർബന്ധമായും പങ്കെടുക്കണം. അറ്റൻഡൻസ് ഉണ്ടാവും. രാവിലെ നിങ്ങൾ 9 മണിയാകുമ്പോൾ നിങ്ങൾ ചുങ്കത്ത് എത്തുക. ചുങ്കം ബസ് സ്റ്റാൻഡിൽ അറിയാം, ഫസ്റ്റ് സ്റ്റോപ്പ് അവിടെ എത്തുക. അവിടെ നിന്ന് നമ്മളൊരു പ്രചരണ ജാഥയായിട്ട് ഇങ്ങോട്ട് വരും. അതിനുശേഷം നമ്മുടെ ക്യാമ്പസിന്റെ ചുറ്റുപാടും നമ്മൾ ക്ലീൻ ചെയ്യും. ഉച്ചവരെ ഉണ്ടാവുള്ള പ്രോഗ്രാം. ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാവും, ഇവിടെ റിഫ്രഷ്മെന്റ് ഉണ്ടാവും. അതിനുശേഷം നിങ്ങളുടെ ഉച്ചയ്ക്ക് വിടുന്നതായിരിക്കും. അപ്പം ആദ്യം അറിയിക്കുകയാണ്, ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ടാവും. നിർബന്ധമായിട്ട് എല്ലാവരും പങ്കെടുക്കണം. അതിന് അറ്റൻഡൻസ് ഉണ്ടാവും. ഒരു അധ്യാപക വിദ്യാലയമാണ്, നമ്മുടെ B.Ed കോളേജാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോഗ്രാം നടത്തുന്ന പ്രത്യേക നിർദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം വെച്ചത്. ഓക്കെ. മൂന്നാമത്തെ കാര്യം, ഇപ്പം ആൽബർട്ടും ജയ ടീച്ചറൊക്കെ പറഞ്ഞു, ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡ് പേഴ്സൺസ് അല്ലെ, വയോജന ദിനമാണ്. നമുക്കറിയാം വാർദ്ധക്യം ഒരു അനിവാര്യതയാണ്. ആർക്കും അത് തടയാനോ പിടിച്ചു നിർത്താനോ നമുക്ക് കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും അവസാന ഘട്ടം അല്ലെ, ഒരു തുരുത്താണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. നമുക്കറിയാം അവര് നൽകിയ അവര് ഏറ്റ വെയിലാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ തണലിനും തണുപ്പിനും ഒക്കെ കാരണം. ഈ അവസരത്തിൽ ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ വൃദ്ധരായവരെ, വയോജനങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമുക്കറിയാം ഒരുപാട് വയോജനങ്ങളെ വൃദ്ധസദനത്തിനും മറ്റു സ്ഥാപനങ്ങളിലൊക്കെ ആക്കി ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറുന്നവരെ നമുക്ക് കാണാം. അപ്പം പുതിയ തലമുറ നമ്മളെല്ലാവരും വയോജനങ്ങളെ കൂടെ നിർത്തുക, അവർക്ക് ആശ്വാസമാവുക, അവരെ കൂടെ റെസ്പെക്ട് ചെയ്യാനൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും വയോജന ദിനത്തിന് ഒരു പ്രതിജ്ഞ എടുക്കാം. ഞാൻ പ്രതിജ്ഞ ചൊല്ലി തരും, എല്ലാവരും അത് ഏറ്റു ചൊല്ലുക. ഓക്കെ. മുതിർന്ന പൗരന്മാർ നാടിന്റെ അമൂല്യ സമ്പത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ നാടിന് നൽകിയ മഹത്തായ സംഭാവനകളെ ഈ വയോജന ദിനത്തിൽ ഞാൻ ആദരപൂർവ്വം നമിക്കുന്നു. ചെറുപ്പത്തിൽ നാം ഓരോരുത്തരുടെയും കരുതലോടെ കാത്തവരാണ് അവരെന്നും. പ്രായമാകുമ്പോൾ ആ കരുതൽ തിരികെ നൽകേണ്ടത് നമ്മുടെ കടമയാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മാതാപിതാക്കളെയും ഉറ്റ ബന്ധുക്കളെയും അവരുടെ വാർദ്ധക്യകാലത്ത് എന്റെ കഴിവിന്റെ പരമാവധി പരിപാലിക്കാൻ എന്റെ കടമയായി ഞാൻ തിരിച്ചറിയുന്നു. അവരടക്കം ഓരോ മുതിർന്ന പൗരനും ജീവനുള്ള സുവർണ സമ്പാദ്യമാണെന്ന് ഞാൻ എപ്പോഴും ഓർമ്മിക്കും. സമൂഹത്തിലെ ഓരോ മുതിർന്ന പൗരനും ഞാൻ കൈത്താങ്ങാകും. തണലേകിയവർക്ക് തണലാകാൻ ഞാൻ എന്നും കൈകോർക്കും. പ്രായാധിക്യം മൂലമുള്ള അവശതകളിലും പ്രയാസങ്ങളിലും അവരെ ഞാൻ ചേർത്ത് പിടിക്കും. മുതിർന്ന പൗരന്മാരോട് എപ്പോഴും ബഹുമാനത്തോടെയും ആദരവോടെയും പെരുമാറുമെന്നും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മുതിർന്ന പൗരന്മാരെ ഞാൻ നോവിക്കില്ലെന്നും വയോജനങ്ങളുടെ ക്ഷേമത്തിനായി ആത്മാർത്ഥമായി നിലകൊള്ളുമെന്നും ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.